അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ, അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ? പറഞ്ഞു. അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണു നിറയുന്ന ഒരു അവസ്ഥയുണ്ട്. സഹിക്കാൻ പറ്റണ്ടേ, ഞാനൊക്കെ മാറി കരയേന്. പക്ഷെ ആ സീനിനെ അശ്വിൻ തോക്കിനെ പോലുള്ളൊരു വളരെ നിശ്ചിതമായിട്ട് എന്താ പറയാ കീറി മുറിച്ച് ആ എന്താ വ്യക്തിയിലേക്ക് തന്നെ കടന്നുകയറ്റുന്ന രീതിയിലാണ് റിവ്യൂ ചെയ്തത്. നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്ത് ഏത് അശ്വിൻ ഗോകിന് പറയാൻ പറ്റും? അല്ല, അത് ഇവിടെ എങ്ങനെ ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യരെ? അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ? പിന്നെ അശ്വിൻ ഗോക്കാണ് തീരുമാനിക്കുന്ന ഓരോ മനുഷ്യന്റെ വികാരം. ആളതിനെ തേച്ചൊട്ടിക്കായിരിക്കും, എന്നാലും എനിക്ക് പ്രശ്നമല്ല. നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? പേടിയല്ല, ഒരു ഭയം. ഭയം. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവോൽ അളക്കുന്ന ആള്. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? മരണ പൂരായണ പോവേ. കാരണം അസത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ് കണ്ട് ആരെങ്കിലും പറഞ്ഞു ഞാൻ പറയും ഞാനാണെന്ന്? എനിക്കൊരു തണ്ടിനും പേടിയില്ല. അങ്ങനല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യുക? എന്നാ താരം അഭിനയിച്ച് കാണിക്കും. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അല്ല, അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെ. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷ്, വളരെ മോശമായി പോയി. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. എന്നാ ഞാൻ പൊക്കോട്ടെ? വേണ്ട, ഞാൻ പോവാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം.